ഇന്ന് നമുക്ക് റംബൂട്ടാൻ കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 10 റംബൂട്ടാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലഷ് മാത്രമായിട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം സവോള, കുറച്ച് കറിവേപ്പില, പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. നമ്മൾ കുറച്ച് തേങ്ങ അരപ്പുണ്ടാക്കുമ്പോൾ അതിലിടുന്നുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര. ഈ റംബൂട്ടാന് ഒരു മധുരവും പുളിയും കൂടി കൂടിയത് റംബൂട്ടാനായതുകൊണ്ട് നമ്മൾ പുളിശ്ശേരിയാകുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ. അപ്പോൾ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്കതിനായിട്ടുള്ള ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് അതിലേക്ക് കുറച്ച് മുളകും, അതുപോലെ തന്നെ 2 വേപ്പിലയും, 3-4 വെളുത്തുള്ളിയും, കുറച്ച് ജീരകവും, പിന്നെ വെള്ളത്തിന് പകരം നമ്മളിതിലേക്ക് തൈരാണ് ഒഴിക്കുന്നത്. നല്ല കട്ടി തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെയും തൈര് ഒഴിക്കുമ്പോൾ കറിയിൽ ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് റംബൂട്ടാൻ വെന്തോന്ന് നോക്കാം. റംബൂട്ടാൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട സൈസിനേക്കാളും ഒന്നും കൂടി ഇതിലത്തെ വെള്ളമൊക്കെ വലിച്ചെടുത്ത് റംബൂട്ടാൻ ഒന്നും കൂടി വലിപ്പം വയ്ക്കും. ഇപ്പോൾ റംബൂട്ടാൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ്. ഇനി അതിലേക്ക് നമുക്ക് ആ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചുകൂടി പുളി കുറവുണ്ടെന്ന് തോന്നി, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി തൈര് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി റെഡിയാകും. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു താളിപ്പ് കൂടി റെഡിയാക്കാം. അതിനായിട്ടൊരു ചെറിയ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുകും രണ്ടും ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളകും, കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് താളിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ മൂടി വെച്ച് സെർവ് ചെയ്യാൻ നേരത്ത് തുറന്ന് ഇളക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടിയും ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി മുകളിലേക്ക് തൂവിക്കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. പുളിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.